Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വർക്കും കൂടെ ചേർത്തൊരു വീഡിയോ. അതായത് ഡെയിലി ഉള്ള അപ്ഡേറ്റ് ആണ്. നമുക്ക് എന്തൊക്കെ വർക്ക് ഡെയിലി വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ചെറിയ അപ്ഡേറ്റിംഗ് വീഡിയോസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നടക്കുന്ന വണ്ടി എന്ന് വെച്ചാൽ നമ്മളെ ഹുണ്ടായ ഓറ കിടപ്പുണ്ട്. അതേപോലെ തന്നെ പുതിയ വാഗണർ 2019 വാഗണർ, അതേപോലെ സ്വിഫ്റ്റ്, നമുക്കൊരു പഴയ സ്വിഫ്റ്റ്, ഒരു ഇന്നോവ, അങ്ങനെ മൊത്തം നമുക്ക് 4-5 വണ്ടി ഇന്ന് നമുക്ക് വർക്കിനായിട്ടുണ്ട്. അതിനകത്ത് കൂടുതൽ നമുക്ക് സീറ്റ് കവർ, അതേപോലെ തന്നെ MLF മാറ്റ്, അതേപോലെ ഫോഗ് ലാമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഈ വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത് നമുക്ക് ഫോഗ് ലാമ്പാണ് ചെയ്യാനുള്ളത്. ഫോഗ് ലാമ്പാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന കമ്പനി ഫോഗ് ലാമ്പാണ്. ഇത് മാറിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് DRനുള്ള ഫോഗ് ലാമ്പ് ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് ഓറോ വന്നിരിക്കുന്നത് നമുക്ക് സീറ്റ് കവറാണ്. പിന്നെ നമുക്കത് വാഗണർ വന്നിട്ടുണ്ട്. വാഗണർ നമുക്ക് MLF മാറ്റും കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതാ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാമല്ലോ അല്ലേ. ആദ്യം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനലാണ്. എല്ലാ സുഹൃത്തുക്കളും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ പോയാൽ നമുക്ക് നേരെ സ്വിഫ്റ്റിൻ്റെ വീഡിയോസിലോട്ടുണ്ട്. ആദ്യം പിന്നെ അതിന് ശേഷം നമുക്ക് വാഗണർ MLF മാറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിനെല്ലാ ഉപയോഗങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോ തന്നെ കണ്ടിന്യൂ ചെയ്തങ്ങ് പോവാം. സമയത്ത് നമുക്ക് സ്വിഫ്റ്റിൽ വയ്ക്കാനുള്ള ഫോഗ് ലാമ്പാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഈ ഫോഗ് ലാമ്പിൻ്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കാര്യം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നമ്മളിന്ന് ഡെയിലി ആയിട്ടുള്ള വീഡിയോസാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് മിക്കുള്ള ദിവസം ഡെയിലി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് താല്പര്യപ്പെട്ട കാര്യം. അല്ലെങ്കിൽ സിംഗിളായിട്ട് ഷോർട്ടായിട്ട് ഇടേണ്ടി വരും. പിന്നെ അത് നമുക്കിത് നമ്മളെ ബാബ്സിൻ്റെയൊക്കെ വണ്ടിയിലൊക്കെ വരുന്ന അതേ സെയിം ബാബ്സിൻ്റെയൊക്കെ വണ്ടിയിൽ എല്ലാവരും ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു നമ്മുടെ ഗിയർ നോബ്. ഇത് കണ്ടില്ലേ, നല്ല സൈസുള്ള ഏകദേശം 8 ഇഞ്ചിന് മേളിൽ സൈസുള്ള ഒരു ഗിയർ നോബാണ്. കണ്ടില്ലേ, എൻ്റെ കൈ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് അത്രയും ബാലൻസ് ഇപ്പോൾ ഉണ്ട്. ഏകദേശം എൻ്റെ ഒരു കൈ കൂടെ പിടിക്കാനുള്ള അത്രയും സ്ഥലം ഇതിനകത്ത് ബാലൻസ് ഇപ്പോൾ ഉണ്ട്. അത്രയും വലിയൊരു ഗിയർ നോബാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഗിയർ നോബ് ആഡ് ചെയ്യണം, നമുക്ക് ഈ ഫോഗ് ലാമ്പ് ആഡ് ചെയ്യണം. അപ്പോൾ ഫോഗ് ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഉൾപ്പെടുന്നത്. കാര്യം നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാൻ നേരത്ത് ഇതൊന്നും ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് തന്നെ MLF മാറ്റ് ചെയ്യാനുള്ള വണ്ടിയാണ് ഈ കിടക്കുന്നത്. MLF മാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡൈമാറ്റാണ്. വണ്ടിയുടെ ഫുൾ മാറ്റ്, ഈ ഒരു മാറ്റിൻ്റെ പുറത്തൂടെ വേറൊരു മാറ്റ് ആഡ് ചെയ്യുക, അതാണ് MLF മാറ്റ്. പോരാത്തതിനും 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും കാര്യങ്ങളും വരുന്നതാണ്. നമ്മളെ വിനയൽ മാറ്റാണ് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നത്, മറ്റേ റൗണ്ട് വരുന്ന മാറ്റല്ല. വിനയൽ മാറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് ഡാമേജ് ഓൾറെഡി വരും. ഏകദേശം 2010 ശേഷം മുതലാണ് ഈ വിനയൽ മാറ്റൊക്കെ നിലയിൽ വന്ന് എല്ലാവരും ചെയ്യാൻ തുടങ്ങിയത്. കാര്യം എന്ന് വെച്ചാൽ അതിന് മുമ്പ് ആരും മാറ്റും കാര്യങ്ങളും ചെയ്തിട്ട്, നിങ്ങൾ പഴയ ആൾട്ടോ, പഴയ മാരുതി, പഴയ വണ്ടികളൊക്കെ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും, ആരും അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. ഇപ്പോൾ എടുക്കുന്നവരാണ് ഈ മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ മഴ ഒട്ടിക്കറിയാൻ സ്മെല്ലാവും, കാര്യങ്ങൾ വരും. ഇതെല്ലാം കമ്പനിക്കാർ മുൻകൂട്ടി കണ്ടിട്ടാണ് ഇത് ഇറക്കുന്നത്, മനസ്സിലായില്ലേ. കമ്പനിക്കാർ ഇറക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വെള്ളമോ കാര്യങ്ങളോ അടിയിലോട്ട് പോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ തന്നെ അത് ചൂടായ വെള്ളം വറ്റിപ്പോണം. ആ രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ ഈ MLF മാറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കട്ടിങ് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ അകത്ത് കയറി വെള്ളം തുരുമ്പിക്കും, അത് ചൂടായി പോകത്തില്ല, അത് അതിൻ്റെ ഇടയിൽ തന്നെ കിടക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡൈമാറ്റായിട്ട് വരുന്ന MLF പ്രിവെൻറ്റ് മാറ്റ് ചെയ്യുന്നത്. പ്രിവെൻറ്റ് മാറ്റ് ചെയ്യാൻ നേരത്തുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വെള്ളവും കാര്യങ്ങളും ഒന്നും വെളിയിൽ പോകത്തില്ല, അതിനുള്ളിൽ തന്നെ കെട്ടിക്കിടക്കാം. നമുക്ക് തുടച്ചെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം നമുക്ക് വാക്വം വെച്ചെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യം കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആ കട്ടിങ് വരുന്നത് നമ്മളെ ടാങ്കിൻ്റെ അടുത്ത കട്ടിങ് മാത്രമാണുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാറുണ്ട്. നമുക്കിവിടെ വാക്വം ചെയ്യണം, കണ്ടില്ലേ, വാക്വം ചെയ്തതിന് ശേഷം ഫുൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ വർക്കും ഇതാണ്. അപ്പോൾ നമുക്ക് സ്വിഫ്റ്റ് പണിയണം. അപ്പോൾ സ്വിഫ്റ്റ് കണ്ടല്ലോ. പിന്നെ നമുക്ക് ഓറയ്ക്ക് സീറ്റ് കവറാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഉണ്ടായ ഓറയാണ്, അതായത് നമ്മളെ i10 നിയോസ്, അതേപോലെ ഓറ, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ബാക്ക് ഡിക്കി ഉണ്ട്, ഡിക്കിയില്ല. അതായത് സ്വിഫ്റ്റ് ഡിസയർ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. സെയിം i10 നിയോസിൻ്റെ സെയിം സ്റ്റീരിയോസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സീറ്റ് ചെറിയൊരു ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റും ഒരു കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ നമ്മളെ സീറ്റ് കവർ ചെയ്യുന്ന ബായാണ് കേട്ടോ. പുള്ളിയുടെ പേര് ഇബാം എന്നാണ്. പുള്ളിയാണ് നമ്മളെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓയിൽ ഫിറ്റ്മെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ നേരെ നമുക്ക് നേരെ സ്വിഫ്റ്റിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ വീഡിയോ തന്നെ വെച്ചാൽ ആ ഫോഗ് ലാമ്പ് കണ്ടല്ലോ, ഫോഗ് ലാമ്പ് സാധാ ഫോഗ് ലാമ്പാണ്. അത് തന്നെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ ഫോഗ് ലാമ്പിനെ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിനകത്ത് കാർബൺ ഫൈബർ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 17 ഇഞ്ചിൻ്റെ അലോയ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ബാക്ക് നമ്മളെ ടെയിലൈറ്റ് വന്നിട്ട് C ക്ലാസിൻ്റെ ടെയിലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്, കണ്ടല്ലോ. പിന്നെ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ. ആൻഡ്രോയിഡ് എന്ന് വെച്ചാൽ ഹാമാൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് കേട്ടോ ഈ വണ്ടിക്ക് സെറ്റ് ചെയ്തതും ഞാൻ തന്നെയാണ് സെറ്റ് ചെയ്തത്. ഇതൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയ തരങ്ങളാണ് മൊത്തം. നമ്മളെ കസ്റ്റമർ തന്നെയാണ്. ഇതാ പില്ലർ ടാക്കോമീറ്റർ, എല്ലാം ഒരു വിധമുള്ള ഐറ്റംസുള്ള എല്ലാം ഇതിനകത്ത് ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗിയർ നോബും കാര്യങ്ങളെല്ലാം എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനകത്ത് ഗിയർ നോബ് ഇടണം, കണ്ടില്ലേ. ഗിയർ നോബ് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഗിയർ നോബ് ഇടുന്ന കാര്യം ചടങ്ങാണ്. കാര്യം നമുക്ക് ഗിയർ നോബ് ആഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇതിനകത്ത് ലൈറ്റിൽ കൊണ്ട് സീറ്റ് ചെയ്താൽ മാത്രമാണ് ഗിയർ നോബ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്. കാര്യം അത് ത്രെഡിൻ ടൈപ്പാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്യേണ്ടി വരും.
അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഫുള്ള് ഇളക്കിയതിന് ശേഷം പിന്നെ അത് ഫോഗ് ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. മനസ്സിലാകുമ്പോൾ ഇതാ നമ്മൾ ഗിയർ നോബ് നമ്മളിവിടെ സെറ്റ് ചെയ്യണമല്ലേ. ഗിയർ നോബ് ജസ്റ്റ് ഒന്ന് കറക്കി വെച്ചാൽ മതി. പക്ഷേ ഇതിനകത്ത് നമ്മൾ ചെറിയ ടേപ്പ് ഒട്ടിച്ചതിൻ്റെ പേരിലാണ് ഇത് കയറ്റി, അല്ലെങ്കിൽ ലെയ്ത്തിലൊക്കെ കൊണ്ട് ചിലപ്പോൾ സീറ്റ് ചെയ്യേണ്ടി വരും. ചില വണ്ടികളിൽ നമുക്ക് ഇടാൻ പറ്റത്തില്ല. സ്വിഫ്റ്റ് ഒരു വണ്ടിയിൽ ഇടാൻ പറ്റില്ല, പക്ഷേ ഇതിനകത്തൊരു ടേപ്പ് ഒട്ടിച്ചതിൻ്റെ പേരിലാണ് ഇത് കയറിപ്പോയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികളിൽ ഇടാൻ പറ്റത്തില്ല. പിന്നെ ഇന്നോവ അങ്ങനെയുള്ള വണ്ടി ഡയറക്റ്റ് ഫിറ്റാണ്, ബാക്കി ത്രെഡും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാ കണ്ടുള്ള ഗിയർ നോബ് ആണല്ലേ. അപ്പോൾ ഗിയർ നോബ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരെ ഫോഗ് ലാമ്പ് വയ്ക്കുന്ന വീട്ടിലേക്ക് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ നമ്മളെ ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തു കേട്ടോ. ഇതാ കണ്ടില്ലേ നമ്മളെ ഫോഗ് ലാമ്പ്. അപ്പോൾ അതിനകത്ത് റൗണ്ട് റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പക്ഷേ അത് കണ്ടു നോക്കാം. ഫുൾ ഇൻസ്റ്റാൾ ചെയ്ത വീഡിയോസ്, വാഗണർ ഇൻസ്റ്റാൾ ചെയ്ത വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് DRലും അതേപോലെ തന്നെ അതിനകത്ത് ഇൻഡിക്കേറ്ററും വരും. പക്ഷേ നമ്മളെ അജിന് എന്തായാലും ഇതിനകത്ത് DRലോ അതിനകത്തുള്ള ഇൻഡിക്കേറ്ററോ വേണ്ട, ഫോഗ് ലാമ്പ് മാത്രം മതി എന്നാണ് പറഞ്ഞത്. അപ്പം എൻ്റെ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തീർന്നുണ്ട്. 10 മിനിറ്റത്തെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതാ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റാണ്. ഇതിനകത്ത് മാട്രിക്സ് ഇൻഡിക്കേറ്ററും സിംഗിൾ പ്രൊജക്ടറും അടിയിലായിട്ട് നമ്മളെ പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഹെഡ്ലൈറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാ കണ്ടില്ല നമ്മളെ വണ്ടി ഉണ്ടല്ലോ. പിന്നെ അതിനകത്ത് എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അതൊക്കെ പിന്നെ ഒരു ദിവസം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ വാഗണറിന് എടുത്തിരിക്കുന്ന മാറ്റ് നമ്മളെ MLF മാറ്റാണ് കേട്ടോ. നമ്മൾ ഓരോ വണ്ടിക്കായിട്ട് വരുന്നത്. ഇപ്പോൾ ഐട്രൻ ഗ്രാൻഡ് നിയോസ് ആ ഒരു വണ്ടിക്കാരാണ് നമ്മൾ ഓരോ മാറ്റ് എടുത്തത്. അപ്പോൾ നമ്മൾ വാഗണറിലോട്ട് സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ വാഗണറിൻ്റെ മാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ MRP എത്ര വരുന്നതെന്നുള്ളതൊക്കെ. MRP ഉണ്ടല്ലേ 3430 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമുക്കൊരു ഡൈമാറ്റാണ്. ഒന്നും ഒന്നും വേണ്ട. സീറ്റും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യുക, ആഡ് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഇതിനകത്തുള്ളൂ. ഇതാ ബ്ലാർഷാദ് മോയ് ഓക്കെ. അതാണ്ടില്ലേ ഇവിടെ വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇടാനായിട്ട് ജാക്കി വയ്ക്കാനായിട്ടുള്ള ചെറിയൊരു ഹോളും, അതേപോലെ സീറ്റ് ബെൽറ്റിൻ്റെ നമ്മളെ കണക്ഷൻ കൊടുക്കുന്ന വയറും, അതേപോലെ ഫ്രണ്ട് നമ്മുടെ ബാക്ക് നമ്മുടെ ടാങ്ക് ഓപ്പൺ ചെയ്യാനുള്ള മാത്രമേ, പിന്നെ ഹോളും സീറ്റിൻ്റെ ഹോളും മാത്രമേ നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. വെള്ളവും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഞാൻ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് വെള്ളവും കാര്യങ്ങളൊന്നും അടിയിൽ പോകാത്ത രീതിയിൽ എനിക്ക് ഈ മാറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തില്ല. 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കാര്യങ്ങളൊക്കെയാണ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ നമ്മുടെ സീറ്റ് ഇതേപോലെയുള്ള മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് നമ്മൾ അർഷാദ് മോൻ. അർഷാദ് മോനാണ് നമ്മളെ ക്യാമറമാൻ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ഗോപ്രോയിലൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ അർഷാദ് മോനെ ഒഴിവാക്കി തീർത്തിരിക്കുന്നത്. പക്ഷെ നമ്മളെ എൻട്രോ ഒക്കെ എടുക്കുന്ന അർഷാദ് മോൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അർഷാദ് മോൻ കണ്ടില്ലേ. അർഷാദ് 2 വാക്ക് ഒന്നും പറയാനില്ല. ഇതെപ്പോൾ തീരും വർക്ക്? എത്ര ടൈം എടുക്കും? 5 മിനിറ്റ് ആണോ? അർഷാദ് മോൻ 5 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലപ്പോൾ കണ്ടില്ലേ. നമ്മൾ ഇതിനകത്ത് വിനൈൽ മാറ്റ് ചെയ്യാൻ നേരത്തുള്ള കാര്യം എന്ന് വെച്ചാൽ വിനൈൽ മാറ്റ് നമ്മുടെ സൈഡിൽ കട്ടൊക്കെ ചെയ്ത് ഗമ്മ് ഒഴിച്ചാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും ഡൗട്ട് ഉണ്ട്, ഇത് വാട്ടർ പ്രൂഫ് ആണോ, ഇതിനകത്ത് വെള്ളം ഒഴിച്ചാൽ പറ്റുമോ എന്നൊക്കെ. അതാ കണ്ടില്ലേ, കണ്ട ഞാൻ അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലേ. കണ്ട ഒരു തുള്ളി വെള്ളം ഇതിൻ്റെ അടിയിലോട്ട് പോകത്തില്ല. ഞാൻ അതിനകത്ത് ചരിച്ചാൽ മാത്രമേ ഇതിനകത്തോട്ട് വെള്ളം പോകത്തുള്ളൂ, അല്ലാതെ ഇതിൻ്റെ അടിയിലോട്ട് വെള്ളമോ കാര്യങ്ങളോ ഒന്നും പോകത്തില്ല. ഇവിടെ കിടന്നിങ്ങനെ ഓടി കളിച്ചോളൂ. പക്ഷേ നമ്മളെ വിനൈൽ മാറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗമ്മിനാണ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് വിനൈൽ മാറ്റിൽ കൂടെ വെള്ളം അടിയിൽ പോവുകയും നമ്മുടെ മാറ്റ് നനയാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് ആ ഒരു കാര്യ പ്രശ്നമൊന്നും വരത്തില്ല. കണ്ടില്ലേ, സൈഡിലോട്ടാണ് കൊണ്ടുപോയി കാണിച്ചില്ല. കണ്ട സൈഡിലോട്ട് കണ്ട നമ്മൾ വെള്ളം എന്താ വെളിയിൽ കളഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ. കണ്ട അപ്പം ഇതാണ് നമ്മൾ അറിഞ്ഞത് ഇതിനകത്തെ ഗ്യാരണ്ടി. നമ്മൾ പിന്നെ അവിടെ പെട്രോൾ ടാങ്കിൻ്റെ അവിടുത്തെ ഒരു അല്ലെങ്കിൽ ബാക്ക് ഡിക്കി ഓപ്ഷൻ വരുന്ന സ്ഥലത്ത് മാത്രം നമുക്കൊരു ലിവർ മാത്രമേ നമ്മളവിടെ കട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ സീറ്റ് ബെൽറ്റിൻ്റെ അവിടെ അതിനുള്ളിൽ കൂടെ വെള്ളം പോകാനും ചാൻസ് ഇല്ല. കാര്യം അത് മുകളിലാണ് നിൽക്കുന്നത്. അതിനുള്ളിൽ കൂടെ വെള്ളവും കാര്യങ്ങളൊന്നും അകത്തോട്ട് പോകത്തൊന്നുമില്ല. അതാ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ MLF മാറ്റ്. 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡൈ മാറ്റാണ്. ഏകദേശം നമുക്ക് വർക്കുന്നത് വെച്ചാൽ ഒരു സീറ്റ് ഊരി ഇറങ്ങുന്ന ടൈം തിരിച്ച് സെറ്റ് ചെയ്യുന്ന ടൈമും ഈ മാറ്റ് ഇടാൻ ഏകദേശം 5 മിനിറ്റേ ഉള്ളൂ. സീറ്റ് ഊരി ഇറങ്ങാൻ തിരിച്ച് സെറ്റ് ചെയ്യാൻ സൈഡ് ഫ്ലാപ്പും കാര്യങ്ങളും എടുത്തിടാനായിട്ട് ടൈം, അതായത് മാക്സിമം ഒരു അരമണിക്കൂറിനുള്ളിൽ. പക്ഷേ നമ്മൾ വിനൈൽ മാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്കൊരു 2.5-3 മണിക്കൂറോളം പോകും. ഞാൻ വിനൈൽ മാറ്റ് ഒരു തവണ വേണമെങ്കിൽ കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന വീഡിയോസ് എടുത്തതിന് ശേഷം അതിനകത്ത് വെള്ളം ഒഴിച്ച് കാണിച്ചുതരാം. എത്രത്തോളം വെള്ളം അതിന് അടിയിൽ പോകുന്നുണ്ട്, സൈഡിൽ കൂടെ പോകുന്നുണ്ടെന്നൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിച്ചില്ല. പക്ഷേ ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമറായിട്ടും നമ്മുടെ കസ്റ്റമറുടെ മുമ്പ് ഇപ്പോൾ പുള്ളിക്ക് കാണണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തതും. കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇത്രയാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ നമ്മളെ വിനൈൽ മാറ്റ് ഡൈ മാറ്റാണ്, ഒറ്റ മാറ്റാണ്. വേറെ കട്ടിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല, എവിടെയില്ല. ഈ വണ്ടിക്ക് വേണ്ടി മാത്രം വരുന്നതാണ്. കണ്ടല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിത് ബാക്ക് റിഫ്ലക്ടർ ആഡ് ചെയ്യാൻ കേട്ടോ. ഇതിനകത്ത് മാട്രിക്സ് ഇൻഡിക്കേറ്ററും അതേപോലെ തന്നെ നമ്മുടെ ബ്രേക്കും പാർക്കുമാണ് ഈ ഒരു ബാക്ക് റിഫ്ലക്ടറിൽ വരുന്നത്, ബമ്പർ റിഫ്ലക്ടറിൽ വരുന്നത്. അതായത് നമ്മുടെ സ്വിഫ്റ്റിലൊന്നും വെക്കാൻ പറ്റില്ല. പക്ഷേ ഡിസയർ, ഈ വാഗണർ അങ്ങനെയുള്ള വണ്ടികളിലൊക്കെ നമുക്ക് ഈ റിഫ്ലക്ടർ ആഡ് ചെയ്യാൻ പറ്റും.
റിഫ്ലക്ടർ ഉണ്ട്. ഇത് നമ്മളെ നോർമൽ കല്ലാണ് വന്നിരിക്കുന്നത്. നമ്മളെ നോർമൽ റിഫ്ലക്റ്റിംഗ് കല്ലാണ്. ഇത് അടിക്കാൻ നേരത്ത് ബാക്ക് റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്ന ടൈപ്പ് ഒരു കല്ലാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് LED തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ടൈലൈറ്റിലാണ് കൊടുക്കുന്നത്. ടൈലൈറ്റിൽ നമുക്ക് പാർക്കും ബ്രേക്കും അതേപോലെ ഇൻഡിക്കേറ്ററിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ വെക്കുന്ന വീഡിയോസ് ഉൾപ്പെടുന്നില്ല. കാര്യം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നമ്മൾ അർഷാദ് മോൻ, അതായത് നമ്മളെ ക്യാമറമാൻ അർഷാദ് മോൻ ആ ഫ്രണ്ടിൽ നിന്ന് മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മളെ ഫ്രണ്ടിൻ്റെ വണ്ടി തന്നെ. അപ്പോൾ ഞാൻ പറയാം പെയ്യെ ചെയ്താൽ മതി, നമുക്ക് സമയം ഒരുപാടുണ്ട്. നമുക്ക് പിന്നെ ഉള്ള സീറ്റ് കവറും പിന്നെ ആ ഇന്നോവയുടെ വർക്കും മാത്രമാണുള്ളത്. നമ്മളെ സ്വിഫ്റ്റിൻ്റെ വർക്ക് കഴിഞ്ഞ് പോയി, സ്വിഫ്റ്റ് പോയി. അപ്പോൾ ഞാൻ കണ്ടല്ലേ. അപ്പോൾ നമുക്ക് നേരെ ഇതിനെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാ നമ്മളെ വണ്ടിയുടെ ബാക്ക് നമ്മളെ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിഫ്ലക്ടർ ഇതാ കണ്ടില്ലേ, ഇതിനകത്തൊരു ആരോ ടൈപ്പാണ് നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പാർക്ക് ഒന്ന് ഓണാക്കിയിട്ട് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഇതാ കണ്ടല്ലേ, പാർക്ക് കണ്ടല്ലേ. ഞാൻ ഒന്ന് ബ്രേക്ക് ഒന്ന് ചവിട്ടിയേ, ആ വെട്ടം കൂടി വെച്ചുകൊണ്ട് ബ്രൈറ്റ് ആയതുകൊണ്ടോ. ഇത് ഇൻഡിക്കേറ്റർ ഓണാക്കിയേ, 4 ഇൻഡിക്കേറ്റർ അല്ല മാട്രിക്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ അതിനെ റൺ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോ സെൽടോക്സിൻ്റെ വീഡിയോസ് ചെയ്തായിരുന്നു. സെൽടോക്സിൻ്റെ വീഡിയോയ്ക്ക് തോന്നിരുന്നത് മേപ്പോട്ടാണ് പോകുന്നത്. കാര്യം സെൽടോക്സിൻ്റെ എല്ലാം തിരിച്ചാണ് വന്നിരിക്കുന്നത്. കാര്യം അതിൻ്റെ ഫ്രണ്ട് ഐസ് ക്യൂബ് ആയാലും താഴെ നിന്ന് മുകളിലോട്ടാണ്. ഓരോ വണ്ടിയുടെ പ്രത്യേകതകൾ അനുസരിച്ചാണ് അവർ ലൈറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ വർക്കും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല, നമ്മൾ പെയ്യെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ ബാക്ക് റിഫ്ലക്ടർ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തു. ഇനി നമ്മൾ മാറ്റ് ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ, വേറെ വർക്കൊന്നുമില്ല. അപ്പോൾ അതാ ഈ ഡെയിലി ഉള്ള വീഡിയോ നമ്മൾ ഇന്ന് 2 വണ്ടിയുടെ വീഡിയോ മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ. ബാക്കി വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും. ഇനി തൊട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ നമ്മളെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി തൊട്ട് നമ്മളെ ഡെയിലി ആയിരിക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഡെയിലി ഉള്ള വീഡിയോസ് ഇടാന്നുള്ള കാര്യം, ഡെയിലി വർക്ക് നടക്കുന്ന വീഡിയോസുകൾ മാത്രമായിരിക്കും നമ്മൾ ഇനി അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കഴിഞ്ഞു. ഇതെല്ലാം ഒതുക്കിയതിന് ശേഷം നമുക്ക് നേരെ ഇന്നോവയുടെ വർക്കുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വേറെ കുറച്ച് വർക്കുകൾ പെൻഡിങ് കിടപ്പുണ്ട്. ഓറയുടെ വർക്കുണ്ട്, ഓറ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള. അപ്പോൾ അതിനെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് ബാക്കി വർക്ക്. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോസ് ഇതിൻ്റെ കൂടെ ഇന്നത്തെ വീഡിയോസിന് അതായത് ഭയങ്കര ലെങ്ത് ആയി പോകും. അപ്പോൾ മാക്സിമം ഒരു 20 മിനിറ്റിനകത്തുള്ള 10, 15, 20 മിനിറ്റിനകത്തുള്ള വീഡിയോസ് ലെങ്താണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ, അതായത് പാർട്ട് 2 ഡെയിലി എക്സ്പ്ലോറേഷൻ ഡെയിലി പാർട്ട് 2 ആയിരിക്കും നമ്മളെ അടുത്ത വീഡിയോസ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുക. മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനകത്തും നമ്മളല്ലാതെ നോർമൽ വർക്കിംഗ് വീഡിയോസും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഡെയിലി വീഡിയോസാണ്. ഇനിയിപ്പോൾ ഒരു ക്രിസ്ത്യൻ ടൈലറ്റ് ഉണ്ട്, അത് ഫുള്ള് റീപ്ലേസ് ചെയ്ത് വെക്കുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ് അതേപോലെ വീഡിയോ ഇടും. ഡെയിലി ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതാ നമ്മളെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.